യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ ഈശ്വരിമാര് ഞാനാ. സുന്ദരി ഞാനാ. ഈ വിനീത് ഞാനാ. നിങ്ങൾ 3 പേരുടെയും പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സർ, സത്യത്തിൽ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതെ, തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും എല്ലാം പറയുന്ന വാചകം ഇതാ. പ്ലീസ്, അത് വേണ്ട. നിങ്ങൾ 3 പേരുടെയും പേരില്ല പരാതി വന്നിരിക്കുന്നത്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് തീരുമാനിക്കാം. വന്ന് വണ്ടി കയറും. സാറ് പറയുന്നത് ന്യായമാണ്. സ്റ്റേഷനിലേക്ക് വരാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ എനിക്കൊരു 15 മിനിറ്റ് സമയം തരണം. അതിനുള്ളിൽ ഇതിനൊരു തീരുമാനമാകും. അത് കൊള്ളാലോ. പോലീസ് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ നിങ്ങൾ ചായയൊക്കെ കുടിച്ചിവിടെ ഇരിക്ക്, നമുക്ക് കുശലമൊക്കെ പറഞ്ഞ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പോവാന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല സർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. 15 മിനിറ്റ് കൂടി ഇനി സമയമുണ്ട്. അതിനുള്ളിൽ പരാതി തന്നവർ തന്നെ ഈ കേസ് പിൻവലിക്കും. ആ സമയം ഞാൻ ആവശ്യപ്പെട്ടത്. പരാതി തന്ന ആൾക്കാര് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും വിളിച്ചിരുന്നു, ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കാൻ. ഒരു 15 മിനിറ്റത്തെ കാര്യമല്ലുള്ളൂ സർ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? വെയിറ്റ് ചെയ്യാലോ. 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കേസ് പിൻവലിക്കോ ഇല്ലയോ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതല്ലേ? അയക്കോ. പക്ഷേ വെയിറ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി പറയിക്കരുത്. ദയവ് ചെയ്ത് സഹകരിക്കണം. വന്ന് വണ്ടി കയറി. വിനീതേട്ടാ, ഇനി സംസാരിക്കണ്ട, നമുക്ക് കൂടെ പോകാം. അച്ഛമ്മ വാ. അച്ഛമ്മ, അവള് വരുന്ന വഴിക്കും വിളിച്ച് അറസ്റ്റ് ചെയ്തോന്നും തിരക്കിന്ന്. അവളെ ഞാൻ വെറുതെ വിടില്ല. വാ മോളെ. സൂക്ഷിച്ച് പതുക്കെ. സൂക്ഷിച്ച്. അച്ഛമ്മ, ഹലോ സർ. ജോൺ, ഞാൻ കമ്മീഷണറാ. മനസ്സിലായി സർ. V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു വീട് ആക്രമിച്ച കേസ്. അതെ സർ. അതിലെ പ്രതികളെന്ന് പറയുന്നവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരിപ്പോ എവിടെയാ ഉള്ളത്? അവരുടെ വീട്ടിൽ തന്നെയാണ്. കസ്റ്റഡിയിൽ എടുത്തതേ ഉള്ളൂ. ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം സർ. അവരുടെ പേരിൽ ഒരു ആക്ഷനും എടുക്കരുത്. അത് പറയാനാ ഞാൻ വിളിച്ചത്. പരാതി തന്നവർ തന്നെ ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്. മാഡം ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. കസ്റ്റഡിയിൽ എടുത്തവരെ ഇപ്പൊ തന്നെ റിലീസ് ചെയ്തേക്ക്. ഓക്കെ? ഓക്കെ സർ. കമ്മീഷണറായിരുന്നു. കൊടുത്ത പരാതി പിൻവലിച്ചു എന്ന്. ഇറക്കി വിടറോ എല്ലാത്തിനെ. അച്ഛമ്മ, സുന്ദരി, ദൈവം കാത്തു. പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. അതെന്റെ മിടുക്കല്ല ജാനകിച്ചി. നമ്മൾക്കെതിരെ പരാതി കൊടുത്തവരുടെ ദൗർബല്യ. കേസ് പിൻവലിച്ചേ മതിയാവൂ. ഇങ്ങനെ ഒരു കേസിൽ സാധാരണഗതിയിൽ ഞാൻ ഇടപെടുന്നതല്ല. മാഡം വന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിൽ ഇടപെട്ടത്. ഐ ആം റിയലി സോറി സർ, സാറിനെ കൊണ്ടത് ചെയ്യിക്കേണ്ടി വന്നതിൽ. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന സുന്ദരി ഭാവിയിലെ കളക്ടറാ. IASന് ഇനിയൊരു ഇന്റർവ്യൂ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ക്രിമിനൽ കേസിൽ കുടുക്കി
ആ കുട്ടിയുടെ ഭാവി പാഴാക്കി കളയാൻ പാടില്ലല്ലോ സർ. എന്തായാലും മാഡം ഇത് ചെയ്തത് നന്നായി. ഇപ്പൊ എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു നല്ല കാര്യം ചെയ്ത സന്തോഷം, അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് സർ. താങ്ക് യു സോ മച്ച്. ശരി മാഡം. ഹലോ, സർ, അവർ അറസ്റ്റ് ചെയ്തു സർ. ഞാൻ അർച്ചനയാ. നിങ്ങളെന്താ ആളെ കളിയാക്കുവാണോ? എന്തു പറ്റി സർ? എന്ത് പറ്റാൻ? പരാതി എഴുതി കൊടുത്തവര് തന്നെ അത് പിൻവലിച്ചു എന്ന് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റിയവരാ ഞാൻ ഇറക്കി വിട്ടത്, അറിയോ? അറസ്റ്റ് ചെയ്തവരെ വണ്ടി നിറക്കി വിട്ടുവന്നോ? എന്തിന്? പറഞ്ഞത് മനസ്സിലായില്ലേ? കമ്മീഷണർ വിളിച്ചിരുന്നു എന്ന്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചു. നിങ്ങളുടെ മാഡം നേരിട്ടെത്തിയാ ആ പരാതി പിൻവലിച്ചത്. സർ, മാഡം പരാതി പിൻവലിച്ചിട്ടില്ല. ഒന്ന് വച്ചിട്ട് പോകൊച്ചേ, ശല്യപ്പെടുത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. വൈദ മാഡം ഒരിക്കലും പരാതി പിൻവലിക്കാൻ സാധ്യതയില്ല. അപ്പോ വൈദേഹി മാഡം ഇവിടുന്ന് പോയത് പരാതി പിൻവലിക്കാനായിരിക്കും. വൈദേഹി മാഡം തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. വാ. എല്ലാരോടും ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്കാവൂ. അതൊക്കെ വിടമ്മ. അമ്മ അങ്ങോട്ടിരിക്കെ. ഇല്ല സുന്ദരി, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു. കമ്മീഷണർ ഓഫീസിൽ പോയി ഞാൻ നേരിട്ട് പോയി പറഞ്ഞ കേസ് പിൻവലിപ്പിച്ചത്. അത്രയൊക്കെ ചെയ്തെങ്കിലും നിങ്ങൾ അനുഭവിച്ച വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ക്ഷമ ചോദിക്കാൻ വേണ്ടി നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇരിക്കും മാഡം. ഞങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കാൻ മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും നല്ലതിനാവില്ല. അമ്മയ്ക്കറിയാലോ എന്നോട് ചെയ്ത ചതിയുടെ കഥ. ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടും ഒന്നും വൈഗ മാഡം അറിയാത്തത് ഞാൻ ഇവരുടെയൊക്കെ കാല് പിടിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാ. പക്ഷെ വൈഗ മാഡം ഓരോ നിമിഷവും എന്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അമ്മ. അതിനൊരു പരിധിയില്ലേ? വൈഗ മാഡത്തിന് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. എല്ലാം മറന്ന് എന്നെ ഇപ്പൊ ശത്രുപക്ഷത്താ മാഡം നിർത്തിയേക്കുന്നത്. എന്നെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാന്ന വൈഗ മാഡത്തിന്റെ ഇപ്പോഴത്തെ ചിന്തകൾ മുഴുവൻ. പക്ഷേ ഇനി ഞാൻ എങ്ങനെയാ താന്നു കൊടുക്കേണ്ടത്? പറ്റില്ല എനിക്ക്. എന്നെ എത്ര വേണേലും ദ്രോഹിച്ചോട്ടെ, ഞാനത് സഹിച്ചോളാം. പക്ഷെ എന്റെ പേരും പറഞ്ഞ് എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് വിഷമമുണ്ടായ അത് ഞാൻ സഹിച്ചൊന്നും വരില്ല. എന്റെ കുടുംബത്തിന്റെ സമാധാനം എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. വൈഗ മാഡത്തിന് ഒന്നും സംഭവിക്കരുതെന്ന് തന്നെയാ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. മാഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സ്വന്തം ബുദ്ധിയിലല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരാപത്തിലും
വൈഗ മാഡം ചെന്ന് ചാടാതെ ഇനി സംരക്ഷിക്കാൻ അമ്മയെ കൊണ്ട് മാത്രമേ പറ്റൂ. എപ്പോഴും അമ്മ വൈഗ മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനിയും എന്റെ മോൾക്കും കുഞ്ഞിനും വേണ്ടി ഒന്നും സഹിക്കണമെന്ന് ആരോടും പറയാനുള്ള മുഖമില്ല എനിക്ക്. ഇത്രയൊക്കെ നിങ്ങൾ സഹിച്ചില്ലേ? അതിന് ഒരുപാട് നന്ദിയുണ്ട്. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. ഞാൻ ഇറങ്ങാം.